ഇന്നത്തെ പൊതുചർച്ചകളിൽ ഇസ്ലാമിക വിമർശനം എന്ന തലക്കെട്ടിൽ പലതരം ചർച്ചകൾ നമ്മൾ കാണാറുണ്ട്. ഇത് മുസ്ലിങ്ങളോടുള്ള ഒരു വെറുപ്പല്ല, മറിച്ച് യുക്തിപരമായിട്ടുള്ള ആശങ്കകളാണ് എന്നാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. തീവ്രവാദത്തെ പറ്റിയുള്ള യുക്തിപരമായ ആശങ്ക, ഭീകരവാദത്തെ പറ്റിയുള്ള യുക്തിപരമായ ആശങ്ക, ലോക സമാധാനത്തെ പറ്റിയുള്ള യുക്തിപരമായ ആശങ്ക എന്ന മട്ടിലാണ് ഇവ അവതരിപ്പിക്കപ്പെടുന്നത്. പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത് ബൗദ്ധികമായിട്ടുള്ള സത്യസന്ധതയിൽ നിന്ന് വരുന്നതാണ് എന്ന് പറയുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ ഇത് നിഷ്പക്ഷമായിട്ടുള്ള വിമർശനങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. ഇവയിൽ പലതും മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശീയ ചിന്തകൾക്ക് വഴിവെക്കുന്ന വാദങ്ങളാണ്. എങ്ങനെയാണ് ഇത് വംശീയതയ്ക്ക് കാരണമാകുന്നത് എന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആഖ്യാനങ്ങൾ പ്രവർത്തിക്കുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായ ഒരു സംഭവമാണ് അദറിങ് അല്ലെങ്കിൽ അപരനെ സൃഷ്ടിക്കുക എന്നത്. പോസ്റ്റ് കൊളോണിയൽ സിദ്ധാന്തങ്ങളിൽ, അതിൽ പ്രത്യേകിച്ച് എഡ്വേർഡ് സയ്യിദ് പോലുള്ള ചിന്തകരുടെ കൃതികളിൽ നമുക്ക് ഇതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം. അദറിങ് അഥവാ അപരനെ സൃഷ്ടിക്കുക എന്നത് ഞങ്ങളും നിങ്ങളും എന്ന ഒരു വിഭജനാത്മകമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഒരു സമൂഹത്തിൽ പ്രബലമായ ഒരു സംസ്കാരം തങ്ങളുടെ ആധിപത്യവും തങ്ങളുടെ ഡോമിനേഷനും തങ്ങളുടെ കൺട്രോളും ഒക്കെ ന്യായീകരിക്കാൻ വേണ്ടി അത്ര പ്രബലമല്ലാത്ത മറ്റൊരാളെ, അപരനെ സൃഷ്ടിക്കുന്നു. തൻ്റെ ഓറിയൻ്റലിസം എന്ന പുസ്തകത്തിൽ എഡ്വേർഡ് സയ്യിദ് ഇത് വിശദീകരിക്കുന്നുണ്ട്. പാശ്ചാത്യ സമൂഹം പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നത് യുക്തിരഹിതമായിട്ടും പിന്നോക്കമായിട്ടും അക്രമികളായിട്ടും സാമൂഹിക പരിവർത്തനങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്ത ഒരു ജനവിഭാഗമായിട്ടാണ്. ഇത്തരം ചിത്രീകരണങ്ങൾ തെറ്റാണെന്ന് മാത്രമല്ല, ഇവയ്ക്കെല്ലാം ഒരു രാഷ്ട്രീയ മാനങ്ങളുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഒരു സമൂഹത്തിൽ ഭരണകൂടം മുസ്ലിങ്ങളുടെ പുറത്ത് നടത്തുന്ന ആധിപത്യം, മേൽനോട്ടം, കുടിയൊഴിപ്പിക്കൽ ഇവ ന്യായീകരിക്കാനാണ് ഇത്തരം ചിത്രീകരണങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. ഇസ്ലാം എന്നാൽ അക്രമമാണ് എന്ന് ഒരു വിമർശകൻ പറയുമ്പോൾ അതൊരു തിയോളജിക്കൽ വിമർശനം അല്ലെങ്കിൽ ഒരു വിശ്വാസപരമായിട്ടുള്ള വിമർശനമോ ഒരു ആദർശത്തിൻ്റെ വിമർശനമോ അല്ല, മറിച്ച് കോടിക്കണക്കിന് മനുഷ്യരെ ഒരു സ്ഥിര ഭീഷണിയായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ലോകദർശനത്തെ നമ്മൾ സ്ഥിരപ്പെടുത്തുകയാണ്. നമുക്ക് അത്തരം ചില വാദങ്ങളിലേക്ക് നോക്കാം. ഉദാഹരണത്തിന്, ഇസ്ലാമാണ് ഇസ്ലാമോഫോബിയയ്ക്ക് കാരണം. ഇസ്ലാമാണ് ഇസ്ലാമോഫോബിയയ്ക്ക് കാരണം എന്നത് യാഥാർത്ഥ്യത്തെ തലകീഴായി ചിത്രീകരിക്കുന്ന ഒന്നാണ്. ഇസ്ലാമോഫോബിയയുടെ കാരണം ഇസ്ലാമല്ല, മറിച്ച് അജ്ഞത, രാഷ്ട്രീയ താല്പര്യങ്ങൾ, വർഷങ്ങളായി നീണ്ടുനിന്ന കൊളോണിയൽ ചരിത്രം സൃഷ്ടിച്ച ബയസ്ഡ് ചിന്തകൾ എന്നിവയാണ്. ഇസ്ലാമാണ് ഇസ്ലാമോഫോബിയയ്ക്കാണ് കാരണമെന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ബുള്ളി ചെയ്യപ്പെടുന്ന ഒരു കുട്ടി കാണും. എല്ലാവരാലും കളിയാക്കപ്പെടുകയും എല്ലാവരാലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു കുട്ടി കാണും. ആ കുട്ടി നേരിടുന്ന പ്രശ്നത്തിന് കാരണം ആ കുട്ടി തന്നെയാണ് എന്ന് നമ്മൾ പറയുന്ന പോലെയാണ് ഇസ്ലാമാണ് ഇസ്ലാമോഫോബിയയ്ക്ക് കാരണം എന്ന് പറയുന്നത്. ഇസ്ലാമോഫോബിയ ഒരു സാമൂഹിക പ്രശ്നമാണെന്നും ഇത് നമ്മൾ ഒരുമിച്ച് നേരിടേണ്ട ഒന്നാണ് എന്നല്ല ഇത്തരം വാദങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇത്തരം വാദങ്ങൾ സൃഷ്ടിക്കുന്നത് ഇവർ നേരിടുന്ന പ്രശ്നം ന്യായമുള്ളതാണെന്നും ഇവർ അർഹിക്കുന്നുണ്ടെന്നും ഇവർ അടിച്ചമർത്തപ്പെടുമ്പോൾ അതിനൊരു നീതിയുണ്ട്, ന്യായമുണ്ട് എന്ന വാദങ്ങളാണ് സ്ഥിരപ്പെടുന്നത്. ഇസ്ലാമാണ് ഇസ്ലാമോഫോബിയയ്ക്ക് കാരണം എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ വിമർശനമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവാണ്. ഈ പൊളിറ്റിക്കൽ നറേറ്റീവ് എന്തിനാണ് ഉപയോഗിക്കപ്പെടുന്നത്? ഒരു വിഭാഗം മനുഷ്യരെ സംശയത്തിലാക്കാനും അവരെ എക്സ്ക്ലൂഡ് ചെയ്യാനും അല്ലെങ്കിൽ ബഹിഷ്കരിക്കാനുമുള്ള ആഹ്വാനത്തിനാണ് ഇത്തരം പൊളിറ്റിക്കൽ ആഖ്യാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. ഈ ആഖ്യാനം പറയുന്ന പല ആളുകളും പറയുന്നത് ഇത് ഞങ്ങൾ ഒരു മതവിമർശനമാണ് ചെയ്യുന്നത്, ഞങ്ങൾ എല്ലാ മതത്തെയും തുല്യമായി കാണുന്നു എന്നാണ്. പക്ഷേ ഈ ആഖ്യാനം പറയുന്ന അതേ ആളുകൾ തന്നെ പറയാറുണ്ട്, മറ്റ് മതസ്ഥരാണെങ്കിൽ നവോത്ഥാനത്തിലൂടെ കടന്നുപോയവരാണ്, അവർ എൻലൈറ്റ്മെൻറ്റ് മൂവ്മെൻറ്റിലൂടെ പോയി പരിഷ്കൃത സമൂഹമായതാണ്, അതുകൊണ്ട് ആ സമൂഹങ്ങൾ മതത്തിൻ്റെ ആധിപത്യം കുറഞ്ഞു. ഉദാഹരണത്തിന് ക്രിസ്ത്യൻ സമൂഹത്തിലൊക്കെ റിനൈസൻസ് നടന്നു അല്ലെങ്കിൽ നവോത്ഥാനം നടന്നു, അതുകൊണ്ട് അവരൊക്കെ വളരെ പരിഷ്കൃത മനുഷ്യരായി മാറി. ഞങ്ങൾ എല്ലാ മതത്തെയും ഒരുപോലെയാണല്ലോ വിമർശിക്കുന്നത് എന്നൊക്കെയാണ് ഈ ആഖ്യാനങ്ങൾ പറയുന്ന ആളുകൾ പറയാറ്. പക്ഷേ എന്താണ് ഈ ആഖ്യാനത്തിൻ്റെ പ്രശ്നം വെച്ചാൽ കൃത്യമായി നമ്മുടെ സമൂഹത്തെ പല തട്ടുകളായി തിരിക്കുന്നുണ്ട്. ഉയർന്ന തട്ടിൽ വളരെ പരിഷ്കൃതമായിട്ടുള്ള ഒരു മതത്തിലുള്ള മനുഷ്യരും താഴ്ന്ന തട്ടിൽ പരിഷ്കൃതമല്ലാത്ത ഇറാഷണൽ ആയിട്ടുള്ള മുസ്ലിങ്ങളും. ഇത് കൃത്യമായ അദറിങ് തന്നെയാണ്. പണ്ട് കൊളോണിയൽ കാലത്ത് പരിഷ്കൃതമല്ലാത്ത സമൂഹത്തെ പോയി പരിഷ്കരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്ന് മതവിമർശനം വഴി മുസ്ലിങ്ങളെ നമുക്ക് പരിഷ്കരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, ചുമതലയുണ്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊളോണിയൽ ലോകത്തുള്ള ഒരു തരത്തിലുള്ള ഒരു വർഗീയ ചിന്തയാണിത്. കൊളോണിയൽ കാലത്ത് അവിടെ കൊളനൈസ് ചെയ്ത് നമ്മൾ പരിഷ്കരിക്കണമെന്നാണെങ്കിൽ ഇന്ന് കാലത്ത് ഭരണകൂടങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന വിഭാഗങ്ങളെ നമ്മൾ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ഓരോ ആഖ്യാനങ്ങൾ വഴിയാണ് ഇന്ന് ഇത്തരം വർഗീയ ചിന്തകൾ പടരുന്നത്. ഇനി ഇതൊരു വിശ്വാസ പ്രമാണത്തിൻ്റെ വിമർശനമായി മാത്രം കണ്ടാലും ഇതിന് കൃത്യമായ സാമൂഹികപരമായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ട്. ഉദാഹരണത്തിന്, തീവ്ര മതവിശ്വാസികൾ മാത്രമാണ് ശരിയായ ഇസ്ലാം ഫോളോ ചെയ്യുന്നത് എന്ന ഒരു ആഖ്യാനം നിങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസ്? ഇതൊരു വിശ്വാസ പ്രമാണത്തിൻ്റെ സംഭവമല്ല. ഇതിൻ്റെ സാമൂഹിക കോൺസിക്വൻസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ അംഗീകരിക്കണമെങ്കിൽ അവർ എത്രത്തോളം ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രൂഫ് അവർ കൊടുക്കേണ്ടതാണ്. ഈ ഒരു ആഖ്യാന പ്രകാരം ഒരു ആവറേജ് മുസ്ലിം സമാധാനപ്രിയനായി നിൽക്കുന്നത് ആ വ്യക്തി വളരെ സത്യസന്ധമായി ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ സത്യസന്ധമായി ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ആൻഡ് തീവ്രവാദികളോ അവർ സത്യസന്ധമായി ഇസ്ലാമിനെ മനസ്സിലാക്കി വളരെ ആത്മാർത്ഥമായി ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അവർ തീവ്രവാദികളാവുന്നത് എന്നൊരു നറേറ്റീവാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മുസ്ലിമിൻ്റെ ഉള്ളിൽ ഒരു തീവ്രവാദത്തിൻ്റെ വിത്തുണ്ടെന്നും ആ വിത്ത് എത്രത്തോളം മുളച്ചു എന്ന് നമ്മൾ
കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കണം, കൃത്യമായി അവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ ഉള്ളിലെ തീവ്രവാദത്തിൻ്റെ വിത്ത് മുളച്ചിട്ടില്ല എന്ന സാഹചര്യങ്ങളാണിത് ഇത്തരം ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെയൊരു സംശയാസ്പദമായിട്ടുള്ള സമൂഹത്തിൽ മുസ്ലിങ്ങൾക്ക് എപ്പോഴും അവരുടെ ഐഡൻറ്റിറ്റി, അവരുടെ റിലീജിയസ് ഐഡൻറ്റിറ്റി ഡൗൺ പ്ലേ ചെയ്യണം, മതത്തെ തള്ളിപ്പറയേണ്ടി വരണം, പിന്നെ എപ്പോഴും എൻ്റെ മതം മോശമല്ലേ എന്ന വിശദീകരണം നൽകിക്കൊണ്ടിരിക്കണം. ഒന്നാലോചിക്കുക എത്രത്തോളം ഹോസ്റ്റൈലാണ് ഇത്തരം സൊസൈറ്റി എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ക്ലൈമറ്റ് എന്താണ്? ഒരു മുസ്ലിം മതവിശ്വാസിയെ നമ്മൾ അളക്കുന്നത് അയാളുടെ വ്യക്തിത്വം വെച്ചിട്ടല്ല, അയാൾ എത്രത്തോളം ആ മതത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതിൻ്റെ പേരിലായിരിക്കും. ബാക്കി എല്ലാ മനുഷ്യരെയും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ആ വ്യക്തി എങ്ങനെയാണ് എന്ന് പറഞ്ഞായിരിക്കും. പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ ആ വ്യക്തി നല്ല മോശം എന്നതിലുപരി അയാൾ ഇസ്ലാം എന്ന മതത്തിൽ നിന്ന് എത്ര ദൂരമോ എത്ര അടുത്തോ നിൽക്കുന്നു എന്ന രീതിയിലായിരിക്കും ആളുകൾ ചിന്തിക്കുന്നത്. അതുതന്നെയാണ് ഒരു റേസിസ്റ്റ് മനോഭാവം. ഇത്തരം ആർഗ്യുമെൻ്റ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതങ്ങൾ എങ്ങനെ സമൂഹത്തിൽ വർക്ക് ചെയ്യുന്നു എന്നൊരു കൃത്യമായ ബോധ്യമില്ലാത്തതാണ്. ഇവർ കരുതി വെക്കുന്നത് മതത്തിൻ്റെ ഡോക്ട്രിൻസ് അല്ലെങ്കിൽ മതത്തിലെ പുസ്തകങ്ങളും ആശയങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇങ്ങനെ ആകാശത്തിൽ എയറിൽ നിൽക്കുന്നതെന്നാണ്. അങ്ങനെ ഒരു അസംഷൻ എടുത്താലേ ഇത്തരം വിമർശനങ്ങൾക്ക് വല്ല പ്രസക്തിയുള്ളൂ. പക്ഷേ ആക്ച്വലി മതങ്ങൾ എങ്ങനെയാണ്, മതവിശ്വാസങ്ങളും മത ഇൻസ്റ്റിറ്റ്യൂഷൻസും മതത്തിൻ്റെ പല ഇൻ്റർപ്രിറ്റേഷൻസും ഉയർന്നു വരുന്നത് പല സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് പാലസ്തീൻ എടുക്കാം. പാലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന ഒരു കൊളോണിയൽ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ അണ്ടറിൽ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവിടുത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആളുകൾ സ്ട്രഗിളാണ്. അപ്പോൾ അങ്ങനൊരു സൊസൈറ്റിയിൽ മതവിശ്വാസം എന്നത് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ എതിർപ്പ്, നമ്മുടെ പോരാട്ടത്തിന് ഒരു ന്യായീകരണമായിട്ട് മതവിശ്വാസം വരും. അപ്പോൾ അവിടെയുള്ള ആളുകൾ കൂടുതൽ മതവിശ്വാസങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും തൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. കാരണം അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇത്തരം ആക്രമണം കുഴപ്പമില്ല എന്ന രീതിയിലുള്ള കൺവിൻസിങ് ആയിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസ് എടുത്താലേ പറ്റത്തുള്ളൂ. കാരണം അവരെ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് അത്തരം ഒരു കൊളോണിയൽ റെജീമിൽ ജീവിക്കുമ്പോൾ. എന്നാൽ കേരളം പോലുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ കേരളം കുറച്ചും കൂടെ പ്ലൂറലിസ്റ്റിക്കാണ്. ഒരുപാട് മതങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സംഭവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സഹകരണത്തോടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മതപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കും നിലനിൽക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യണം, ഡൈവേഴ്സ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കണം എന്ന രീതിയിലായിരിക്കും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ മതങ്ങൾ നിലനിൽക്കുക. യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഐസിസ് ആണ്, അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ് എന്ന് പറയുന്ന വിമർശനങ്ങളുടെ പ്രശ്നം ഇത് ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഈ മതവിശ്വാസങ്ങളെ കട്ട് ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങളാണ്. ഇത് നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യത്തെ തെറ്റായി ചിത്രീകരിക്കുകയാണ്. മതവിമർശകർ ഒരു ടെക്സ്റ്റ് വായിച്ച് അവർ കണ്ടെത്തുന്ന അർത്ഥം തന്നെ മതവിശ്വാസികൾ എടുക്കും എന്നൊരു തെറ്റായൊരു വിശ്വാസത്തിലാണ് ഇവർ ഇത്തരം വിമർശനങ്ങൾ വയ്ക്കുന്നത്. ആളുകൾ അവരുടെ അർത്ഥങ്ങൾ കണ്ടെത്തുന്നത് അവർ ജനിച്ചു വളർന്ന സാമൂഹിക സാഹചര്യങ്ങൾ വെച്ചിട്ടാണ്. മുസ്ലിം സൊസൈറ്റിയിലെ പലതരത്തിലുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ചിന്താപദ്ധതികളും വിശ്വാസ പ്രമാണങ്ങളും ഇതെല്ലാം ഉയർത്തിരിഞ്ഞു വരുന്നത് ജസ്റ്റ് ടെക്സ്റ്റിൽ നിന്ന് മാത്രമല്ല, ആ വിശ്വാസധാര അവിടെ ഉയർന്നു വരാൻ പാകപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യം അവിടെ ഉണ്ടായതുകൊണ്ടുകൂടിയാണ്. ഇത് നിരാകരിച്ചുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു അർത്ഥത്തിൽ ഇസ്ലാം നിൽക്കുന്നു എന്ന് പറഞ്ഞതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ സിംപ്ലിസ്റ്റിക് ആണ്. യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ വിദൂരമായിട്ട് നിൽക്കുന്ന ഒരു അനാലിസിസ് ആണ്. ഭൂമിയിലുള്ള 2 കോടി മുസ്ലിങ്ങളെ ഇത്തരം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചില ഡോക്ട്രീനുകളും മൂല്യങ്ങളും വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു തരത്തിലുള്ള റേസിസമാണ്. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് മുസ്ലിങ്ങളെ കൂടുതൽ നമ്മൾ ഭയക്കേണ്ടതുണ്ട്, അവരെ കൂടുതൽ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്, അവരെ നമ്മൾ പൊതുമധ്യത്തിൽ നിന്ന് ബഹിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ള ആഖ്യാനങ്ങളും പോളിസികളും സമൂഹത്തിലുണ്ടായി വരുന്നത്. ഇതുപോലെ മറ്റൊരു ആഖ്യാനമാണ് മോഡറേറ്റ് മുസ്ലിങ്ങൾ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇതൊരു ഫോൾസ് ഡൈക്കോട്ടമി സൃഷ്ടിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ വ്യക്തിപരമായ നല്ല മനുഷ്യരാണ്, പക്ഷേ അവരെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അവരുടെ റിലീജിയനിൽ നിന്ന് അവർ മാറണം, അല്ലെങ്കിൽ റിലീജിയനിലാണ് അവരുടെ പ്രശ്നം കിടക്കുന്നത്. മോഡറേറ്റ് മുസ്ലിങ്ങൾ തീവ്രവാദികൾക്ക് ഗോളടിക്കാൻ ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളവിടെ ചെയ്യുന്നത് ബേസിക്കലി ഇവരുടെ സൈലൻസ്, ഇവർ ഇങ്ങനെയുള്ള തീവ്രവാദ ആക്രമണങ്ങളെയും തീവ്രവാദ പ്രവർത്തനങ്ങളും തള്ളിപ്പറയാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. ആ ബാധ്യത അവർ കാണിക്കുന്നില്ല, ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കുന്നില്ല. അപ്പോൾ അവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന ഒരു സംഭവമാണ്. അതായത് തീവ്രമായിട്ടുള്ള മതവിശ്വാസികൾ മാത്രമല്ല, മോഡറേറ്റ് മുസ്ലിങ്ങളെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട് എന്ന ഒരു കാര്യമാണ് ഈ ആഖ്യാനം പറഞ്ഞിരിക്കുന്നത്. അവർ മോഡറേറ്റ് വിശ്വാസികളാണെങ്കിൽ പോലും സമൂഹം അവരെ വെറുതെ വിടുന്നില്ല. നിങ്ങളിത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ അവരെ അപരവൽക്കരിക്കും. ഇതൊരു ഇമ്പോസിബിൾ സിറ്റുവേഷനാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. അതായത് ഓരോ ദിവസവും രാവിലെ എണീറ്റ് വന്ന് എവിടെയെങ്കിലും നടക്കുന്ന എക്സ്ട്രീമിസമോ ടെററിസമോ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ എന്നും തള്ളിപ്പറഞ്ഞിരിക്കുക. ഇത് കണ്ടാൽ തോന്നുന്നു ഇവരുടെ ഈ തള്ളിപ്പറയിലാണ് ഇവരുടെ അംഗീകാരം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ അംഗീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവർ സിറ്റിസണായിട്ട് കാണണമെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലെ മനുഷ്യത്വമൊക്കെ നമ്മൾ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ നിരന്തരം തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റു മതസ്ഥർക്കൊന്നും ഇത് തള്ളിപ്പറയേണ്ട യാതൊരു ബാധ്യതയും വരുന്നില്ല. പക്ഷേ ഇവരിങ്ങനെ എന്നും രാവിലെ എണീറ്റിട്ട് ഇതിനെ ഞാൻ തള്ളിപ്പറഞ്ഞു, ഇതിനെ ഞാൻ തള്ളിപ്പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേഗെയിൻ ആ മുസ്ലിങ്ങളായിട്ടുള്ള മനുഷ്യർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല അവരെ ജഡ്ജ് ചെയ്യപ്പെടുന്നത്. ഇവിടെ അവർ ജഡ്ജ് ചെയ്യപ്പെടുന്നത് ഇവർ എത്രത്തോളം ഈ തീവ്രപരമായിട്ടുള്ള തീവ്രവാദ ആക്ടിവിറ്റികൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് ഇവർ ജഡ്ജ് ചെയ്യപ്പെടുന്നത്. മറ്റ് സമൂഹത്തിലുള്ള മറ്റ് മനുഷ്യരെ നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യുന്നില്ല, ഇവരെ മാത്രം നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ ഉള്ളിൽ തീവ്രവാദത്തിൻ്റെ ഒരു വിത്തുണ്ട്. ആ വിത്തിനെ അവർ എത്രത്തോളം കണ്ടെയ്ൻ ചെയ്യുന്നു അല്ലെങ്കിൽ വളർത്തുന്നു എന്ന ബേസിസിലായിരിക്കണം നമ്മൾ ഇവരെ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടത് എന്ന ഫോൾസ് നറേറ്റീവ് ഈ ആഖ്യാനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആഖ്യാനം ചെയ്യുന്നത് മുസ്ലിം മതവിശ്വാസിയെ നമ്മൾ സമൂഹം അംഗീകരിക്കണമെങ്കിൽ അയാളുടെ പൗരബോധം എത്ര ഉണ്ട്, അയാളുടെ സിവിക് സെൻസ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ സാമൂഹിക ബോധ്യങ്ങളും സാമൂഹികപരമായിട്ടുള്ള അയാളുടെ മൂല്യങ്ങളും എത്രയുണ്ട് എന്നതിൻ്റെ പേരിലല്ല, അയാൾ എത്രത്തോളം അയാളുടെ മതത്തിൽ നിന്ന് മാറി നിൽക്കാൻ റെഡിയാണ് എന്നതിൻ്റെ പേരിൽ മാത്രമാണ്. അത് നമുക്ക് മറ്റ് മതസ്ഥർക്കൊന്നും ഈ ഒരു ബാധ്യതയില്ല. മറ്റ് മതസ്ഥരെ നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? അവരെത്രത്തോളം പൗരബോധമുള്ളവരാണ്, എത്രത്തോളം സാമൂഹിക ബോധമുള്ളവരാണ്, അവരുടെ ആഖ്യാനങ്ങൾ എത്രത്തോളം മൂല്യബോധമുണ്ട് എന്ന രീതിയിലായിരിക്കും.
പക്ഷേ മുസ്ലിം വിഭാഗത്തിലേക്ക് വരുമ്പോൾ മാത്രം നമ്മൾ അവരെ അളക്കുക, അവരെത്രത്തോളം അവരുടെ മതത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. ഇതൊരു തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലാണ്. നിങ്ങളിങ്ങനെ നിങ്ങളുടെ മതം വിട്ടാൽ മാത്രമേ, മതമൂല്യങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു അടിച്ചേൽപ്പിക്കലാണ്. സ്വന്തം റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്നും തള്ളിപ്പറയുക, എന്നും പബ്ലിക്കിൽ പറയാതിരിക്കുക, അല്ലെങ്കിൽ നിരാകരിക്കുക, അല്ലെങ്കിൽ ഡൗൺ പ്ലേ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം നിങ്ങൾ വെൽക്കമാണ് എന്ന് പറയുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഇത്തരം ആഖ്യാനങ്ങളിലൂടെ സൃഷ്ടിക്കുന്നത്. ചില വാദങ്ങൾ കണക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇസ്ലാമോഫോബിയ പടർത്തുന്നത്. ഉദാഹരണത്തിന് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ തീവ്രവാദം നടത്തിയിട്ടുള്ളത് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ്. അതുകൊണ്ട് ഇസ്ലാമാണ് അതിന് കാരണം. ഒറ്റ നോട്ടത്തിൽ ഇത് തെളിവുകളെ അടിസ്ഥാനമാക്കി വളരെ യുക്തിപരമായിട്ടുള്ള ശാസ്ത്രീയമായ ഒരു വിശകലനമാണെന്ന് തോന്നുമെങ്കിലും ഇതിലും കൃത്യമായ ഒരു ഇസ്ലാമോഫോബിയ നമുക്ക് കാണാൻ പറ്റും. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള കോറിലേഷനിൽ നിന്ന് ഇത് മതത്തിൻ്റെ കുറ്റമാണ് എന്ന ചിത്രീകരണത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ് ഇത്തരം വാദങ്ങളിൽ നിൽക്കുന്നത്. മറ്റ് വംശീയ ചിന്തകളിൽ നമുക്ക് ഈ എടുത്തുചാട്ടം കാണാൻ പറ്റും. ഉദാഹരണത്തിന് അമേരിക്കയിലുള്ള ക്രൈം റെക്കോർഡ്സ് എടുത്തിട്ട് ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്യുന്നത് കറുത്ത വർഗ്ഗക്കാരാണ്, അതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാർ ഇവിടെ പ്രശ്നമാണ് എന്ന് അവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും വൈറ്റ് നാഷണലിസ്റ്റുകളും വാദിക്കാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് സ്ത്രീകൾക്ക് കഴിവില്ല, LGBTQ കമ്മ്യൂണിറ്റി പ്രശ്നമുള്ളവരാണ്, ദളിതർ പ്രശ്നമുള്ളവരാണ് എന്ന് ചിത്രീകരിക്കുന്ന അതേ വംശീയ ലോജിക്ക് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ കാരണം വരുമ്പോൾ സൈനിക അധിനിവേശങ്ങൾ മുതൽ സ്വേച്ഛാധിപതികൾ അക്രമം സൃഷ്ടിക്കുന്ന സാമൂഹിക, സാമ്പത്തിക, ചരിത്രപരമായിട്ടുള്ള സന്ദർഭങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഈ സോക്കോൾഡ് മതവിമർശകർ എന്ന് പറയുന്നവർ ഇത്തരം വാദങ്ങൾ വയ്ക്കുന്നത്. പാശ്ചാത്യ ലോകത്ത് വലതുപക്ഷ ഭീകരത, ക്രിസ്ത്യൻ നാഷണലിസം, ഗൺ വയലൻസ് ഇവ ഒരുപാട് ജീവനെ എടുക്കുന്നുണ്ടെങ്കിലും അവിടെ ക്രിസ്ത്യാനിറ്റിയാണ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ പാശ്ചാത്യ ഐഡിയോളജികളാണ് അവിടുത്തെ പ്രശ്നം എന്ന് ഒരിക്കലും വിമർശനങ്ങൾ ഉന്നയിക്കാറില്ല. പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കാര്യം വരുമ്പോൾ മുസ്ലിങ്ങളും ഇസ്ലാമുമാണ് അതിൻ്റെ പ്രശ്നം എന്ന് തന്നെയായിരിക്കും ചർച്ചകൾ വരുന്നത്. ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇത്തരം ചർച്ചകളിലുള്ള ബയസിനെയാണ് കാണിക്കുന്നത്. ഇത് യുക്തിപരമായിട്ടുള്ള എന്തോ ആശങ്കയോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയെ പറ്റി, സുരക്ഷയെ പറ്റിയുള്ള ആശങ്കയൊന്നുമല്ല. ഇതൊരു ചിത്രീകരണമാണ്. സ്ഥിരം ശത്രുക്കൾ ആരാണ്, സ്ഥിരം ഭീഷണി ആരാണ്, ഏത് വിഭാഗത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ശത്രുക്കൾ, നമ്മുടെ ഭീഷണി എന്ന കൃത്യമായ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാദങ്ങൾ വരുന്നത്. ഇസ്ലാമോഫോബിയയുടെ കൂടുതൽ വ്യക്തമായ ഒരു രൂപം നമുക്ക് മുസ്ലിങ്ങൾ പന്നികളെ പോലെ പെറ്റുപെരുകുന്നു എന്ന വാദത്തിൽ കാണാം. ഇത് തീർത്തും അപമാനകരവും മനുഷ്യത്വ വിരുദ്ധമാണ്. ഒരു മുഴുവൻ ജനവിഭാഗത്തെ മൃഗങ്ങളുമായിട്ടാണ് ഉപമിക്കുന്നത്, അതിൽ പ്രത്യേകിച്ച് പന്നികളുമായിട്ട്. ഇത് പറഞ്ഞു വയ്ക്കുന്നത് ഇവർ മനുഷ്യരുടെ കൂടെ നിർത്താൻ പറ്റാത്തവരാണ് എന്നാണ്. മനുഷ്യൻ്റെ അതേ അവകാശങ്ങൾ പന്നികൾക്കില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഇവർ മനുഷ്യരല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു തന്ത്രം. ഈ തരത്തിലുള്ള ഭാഷ ഫാസിസ്റ്റുകൾ ഉണ്ടാക്കുന്ന കുടിയേറ്റ ഭീഷണികൾ, ജനസംഖ്യാ ഭീഷണികൾക്ക് ഒരു ന്യായം നൽകുന്നു. നമ്മുടെ സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ ഒരു ഭീഷണിയാണ് എന്ന പൊതുബോധം ഇത് ശക്തിപ്പെടുത്തുന്നു. ഇവരോടുള്ള ഹിംസയും വിദ്വേഷവും വർദ്ധിക്കുന്നു. അങ്ങനെ ഇസ്ലാമോഫോബിയ കൂടുതൽ വർദ്ധിക്കുന്നു. ഇത് വെറും ഒരു തിയറിയുടെ പ്രശ്നമാണ് എന്നല്ല നമ്മൾ പറയുന്നത്. ഇത്തരം ആഖ്യാനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിലെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും ആ രാഷ്ട്രത്തിലെ വയലൻസിനെ ന്യായീകരിക്കുന്നതിനുമാണ് ഉപയോഗിക്കപ്പെടുന്നത്. പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കൂടുന്നത് നമ്മൾ കാണുന്നുണ്ട്. യാത്രാ നിരോധനങ്ങൾ, മുസ്ലിങ്ങൾ നേരിടുന്ന എക്സ്ട്രാ നിരീക്ഷണങ്ങൾ, സർവൈലൻസ്, സൈനിക ഇടപെടലുകൾ ഇവയെല്ലാം ന്യായീകരിക്കപ്പെടുന്നത് ഈ ഇസ്ലാം എന്ന മതം തന്നെ പ്രശ്നമാണ് എന്ന ഒരു ന്യായീകരണത്തിലാണ്. അല്ലാതെ എന്തോ പ്രത്യേക വ്യക്തികളുടെ പ്രശ്നമായതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന് പറയാറില്ല. ഈ മതം തന്നെ ഒരു പ്രശ്നമാണ് എന്ന പൊതുബോധത്തിൽ നിന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം ആക്കം കൂട്ടുന്നത് വിമർശനം എന്ന പേരിൽ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്ന യാദൃശ്ചികമായ ഇസ്ലാമോഫോബിയാണ്. മതങ്ങളെ വിമർശിക്കരുത് എന്നല്ല നമ്മൾ പറയുന്നത്. മറ്റെല്ലാ മതത്തെ പോലെ തന്നെ ഇതിലും വൈവിധ്യമാർന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്, പുരോഗമന പക്ഷമുണ്ട്, ആത്മീയ പക്ഷമുണ്ട്, പരമ്പരാഗത പക്ഷമുണ്ട്. എന്തിന് നവീകരണ ശക്തികളും ഇതിൽ തന്നെ ഉണ്ട്. ഇത്തരം ആന്തരിക ചർച്ചകൾ നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആശയധാര തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായാലും തീർച്ചയായും നേരിടേണ്ടതുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഇത്തരം മൂവ്മെൻറ്റുകളെ വിമർശിക്കുന്നത് ഇസ്ലാം എന്ന മതത്തെ മൊത്തമായി കൂട്ടിക്കെട്ടിയാവരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു മതത്തെ മൊത്തമായി പ്രശ്നവൽക്കരിക്കുമ്പോൾ അത് ഒരു വംശീയതയായി മാറുന്നു. അത് ആരോഗ്യകരമായ ഒരു സംഭാഷണമല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് സൃഷ്ടിക്കുന്നത്. ആഗോള പിരിമുറുക്കത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന വിദ്വേഷത്തിൻ്റെയും ഇടയിൽ നമ്മൾ ചില തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഒന്നുകിൽ കളിയാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക, ഒന്നുകിൽ മാറി നിൽക്കുക അല്ലെങ്കിൽ കൂടിച്ചേരാൻ ശ്രമിക്കുക, കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഐക്യപ്പെടുക. ഇസ്ലാമിനെ ഒരു ഭീഷണിയായി കാണുന്നതിന് പകരം മറ്റെല്ലാ സംസ്കാരം പോലെ തന്നെ ഇതും വൈവിധ്യമാർന്ന ഒരു സംസ്കാരമായി നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റേത് പാരമ്പര്യത്തെയും പോലെ മാനുഷികമായി തന്നെ നമ്മൾ ഇതിനെയും വീക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീവ്രവാദത്തെ മുൻവിധിയും അവ അർഹിക്കുന്ന ഗൗരവത്തോടെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത്തരം വാദങ്ങളൊക്കെ റിഡക്റ്റീവ് ചാനലിലും വന്നിട്ടില്ലെന്ന്. തീർച്ചയായും റിഡക്റ്റീവയും അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ഇസ്ലാമോഫോബിക് ആർഗ്യുമെൻറ്റുകൾ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ആത്മവിമർശനം കൂടിയായിട്ട് തന്നെ വേണം നമ്മൾ കാണാൻ. ഇനി നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ഈ ഒരു തിരിച്ചറിവിൻ്റെ ബോധ്യത്തിൽ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അൺലേൺ ആൻഡ് റീലേൺ ഇസ്ലാമോഫോബിയ.